Now, let us go to the persons. In English, there are three persons. First person, second person, and third person. See, persons. First person, second person, then third person. See, there are three persons in English usage, that is first person, second person, and third person. Then first person. It has also singular and plural. Singular. Plural. See, first person singular is I. First person plural is we. Do you understand? First person singular is I and first person plural is we. The person speaking is called first person. ആര് സംസാരിക്കുന്നു ആളിയാണ് ഫസ്റ്റ് പേഴ്സൺ എന്ന് പറയുക. ദി പേഴ്സൺ who the person speaking is called first person. ഞാനിപ്പോൾ ക്ലാസ് എടുക്കുന്നു. ആരാ സംസാരിക്കുന്നത്? ഞാനാണ്. അപ്പം ഞാൻ ഫസ്റ്റ് പേഴ്സൺ ആണ്. മനസ്സിലായി? ഐ ആം ദി ഫസ്റ്റ് പേഴ്സൺ. So that's why I am a teacher. സംസാരിക്കുന്നത്. മനസ്സിലായോ? Example. I am walking through a road. I am walking through a road. Here I is the first person singular. What is the plural? We saw a dog. We saw a dog. So here we first person plural. ഞങ്ങൾ സംസാരിക്കുന്ന ആരാപ്പോടെ? ഞങ്ങൾ അല്ലേ? വി ആർ സ്റ്റുഡൻസ്. ഞങ്ങൾ. I am teacher. I am walking through a road വഴി ഞാൻ സംസാരിക്കുന്നു. മനസ്സിലായി? ഞാൻ റോഡ് വഴി നടക്കുന്നു. അത് മനസ്സിലായി? Now we go to the second person. Okay, first person, did you understand? I, we. Singularly first person ഉപയോഗിക്കും. ഇംഗ്ലീഷ് ഉപയോഗിക്കുമ്പോൾ ഐയും, ഫസ്റ്റ് പേഴ്സൺ പ്ലൂറലായിട്ട് ഉപയോഗിക്കും, ബഹുവചനമായിട്ട് ഉപയോഗിക്കുമ്പോൾ വിയും ഉപയോഗിക്കുന്നു. Okay, now what is called? സംസാരിക്കുന്ന ആളിനെ സൂചിപ്പിക്കുന്നതാണ് ഫസ്റ്റ് പേഴ്സൺ എന്ന് പറയുക. സംസാരിക്കുന്നതാണ്. ദി പേഴ്സൺ സ്പീക്കിംഗ് ഈസ് കോൾഡ് ഫസ്റ്റ് പേഴ്സൺ. ഇത്രയും മനസ്സിലായി? ഐ ആം വാക്കിംഗ് ത്രൂ എ റോഡ്. ഞാൻ റോഡിൽ കൂടെ ഞാനാ. വി സോ എ ഡോഗ്. ഞങ്ങൾ സംസാരിക്കുന്ന ആരാ? ഞങ്ങളാണ് അല്ലേ? അവരാണ് കണ്ടത്? അല്ല, ഞങ്ങൾ കണ്ടു. അപ്പം വി സോ എ ഡോഗ്. ഞങ്ങൾ ഒരു പട്ടിയെ കണ്ടു. ഓക്കെ, നൗ സെക്കൻഡ് പേഴ്സൺ. second person. Second person.
സെക്കൻഡ് പേഴ്സൺ സിംഗുലർ ഏകവചനം പ്ലൂറൽ ബഹുവചനം. യെസ്, പ്ലൂറൽ. ലാഗാണ് യു. ഹിയർ ഓൾസോ പ്ലൂറലും യു തന്നെയാണ്. നീ, നീ, നിങ്ങൾ. മനസ്സിലായോ? നീ, നിങ്ങൾ. ഫസ്റ്റ് പേഴ്സണിലും സെക്കൻഡ് പേഴ്സണിലും യു ഉപയോഗിക്കും. യു തന്നെയാണ്, അതിന് വ്യത്യാസമില്ല, മാറ്റമൊന്നുമില്ല. അത് ഒരെണ്ണം ഏകവചനത്തിലായിരിക്കും, ഒരെണ്ണം ബഹുവചനത്തിലായിരിക്കും. നീ, നിങ്ങൾ, നീ, നിങ്ങൾ. മനസ്സിലായോ? അപ്പോൾ ദി പേഴ്സൺ സ്പോക്കൺ ടു ഈസ് കോൾഡ് സെക്കൻഡ്. ദി പേഴ്സൺ spoken to called second person. Spoken is called second person. സെക്കൻഡ് പേഴ്സൺ. ആരോട് സംസാരിക്കുന്നുവോ ആരോട് നമ്മൾ സംസാരിക്കുന്നു ആ ആള്, അതപ്പോൾ സെക്കൻഡ് പേഴ്സൺ. യു ആർ എ സ്റ്റുഡൻറ്റ്, നീ ഒരു സ്റ്റുഡൻറ്റ്. യു ആർ പ്ലേയേഴ്സ്, നിങ്ങൾ പ്ലേയേഴ്സ്. ആരോട് സംസാരിക്കുന്നുവോ ആ ആളെ സൂചിപ്പിക്കാനാണ് സെക്കൻഡ് പേഴ്സൺ സിംഗുലറും ഉപയോഗിക്കുക, പ്ലൂറലും അതുപോലെ ഉപയോഗിക്കുക. രണ്ടിലും യു തന്നെയാണ്. നീ, നിങ്ങൾ. ഇനിയും തേർഡ് പേഴ്സണിലേക്ക് നമുക്ക് പോകാം. സെക്കൻഡ് പേഴ്സണിന്റെ എക്സാമ്പിൾ വരെ തരാം. ഓക്കെ, സിംഗുലർ യു ആർ എ സ്റ്റുഡൻറ്റ്. നീ ഒരു കുട്ടിയാകുന്നു. You are basketball players. Basketball players. Here singular you. നീ ഒരു കുട്ടിയാകുന്നു, നിങ്ങൾ ബാസ്കറ്റ്ബോൾ കളിക്കാരാകുന്നു. മനസ്സിലായോ? നീ ഒരു കുട്ടിയാകുന്നു. ആരെക്കുറിച്ച് സംസാരിക്കും, ആരോട് സംസാരിക്കുന്നു, അതാണ് ഇവിടെ കേട്ടോ സെക്കൻഡ് പേഴ്സൺ വരുന്നത്. യു ആർ എ സ്റ്റുഡൻറ്റ്. ഞാൻ വേറെ വല്ലവരോടാണ് എന്നോടാ സംസാരിക്കുന്നില്ലേ? യു ആർ എ ബാസ്കറ്റ്ബോൾ പ്ലേയേഴ്സ്. നിങ്ങൾ, ഞാൻ ആരോട് സംസാരിക്കുന്നു ആ ആള്. മനസ്സിലാക്കുന്നു? അതാണ് സെക്കൻഡ് പേഴ്സണിൽ നമ്മൾ ഉപയോഗിക്കുക. ഇനിയുള്ളതാണ് തേർഡ് പേഴ്സൺ. Third person. Third person. Third person. Singular. Plural. Singular he, she, it. He, she, ഇതാണ് തേർഡ് പേഴ്സൺ ഏകവചനത്തിൽ വരിക. സിംഗുലറിൽ ഹി, ഷി, ഇറ്റ്. ബഹുവചനത്തിൽ വരുന്നതോ ദേ, അവർ. മനസ്സിലായോ? ആരെക്കുറിച്ച് സംസാരിക്കുന്നുവോ ആ ആളിനെ സൂചിപ്പിക്കുന്നതാണ് ഏത്? തേർഡ് പേഴ്സൺ. ആരെക്കുറിച്ച് ഞാൻ സംസാരിക്കുന്നു ആ ആളിനെയാണ് നമ്മൾ തേർഡ് പേഴ്സൺ എന്ന് പറയുക. ഓക്കെ, ആരെക്കുറിച്ച് സംസാരിക്കുന്നുവോ ആ ആളിനെ സൂചിപ്പിക്കുന്നതാണ് തേർഡ് പേഴ്സൺ. ഏകവചനവും ബഹുവചനവും.
Some examples. Examples. Example. He is my friend. He is my friend. Then he comes every day. He comes every day. Every day. She is a doctor. She is a doctor. Doctor. She treats the patient. She treats the patients. 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 Okay. It is a dog. It is a dog. It's a dog. It is a dog. It is my pet. It is my pet. It. ഇനി അതിൻ്റെ ബഹുവചനത്തിലുള്ള ഇത് നമ്മൾ okay. They are merchants. They are students. They are students. They are cricket players. See here, they. These are the person, first person, second person, third person. Now, I will give you some assignments. You have to write the assignments and send it to me in your WhatsApp. Okay. See, assignments. Assignments. First assignment is write 5 sentences by using pronouns. Write 5 sentences by using pronouns. Pronouns ഉപയോഗിച്ച് write 5 sentences by using pronouns. സർവനാമങ്ങൾ ഉപയോഗിച്ച് 5 വാചകങ്ങൾ എഴുതുക. Write a note. Write a note. What is first person? What is first person? Person. What is second person? Second person. Second person. What is third person? This is third person. Third person.
What is a pronoun? What is a pronoun? Pronoun. Then, when is the pronoun? When is the pronoun we use? When is the next one? When is the pronoun they use? These are some assignments. Let me read it. Okay. Write 5 sentences by using pronouns. സർവനാമങ്ങൾ ഉപയോഗിച്ച് 5 വാചകങ്ങൾ ഉണ്ടാക്കുക. റൈറ്റ് ആൻഡ് നോട്ട്. ഒരു നോട്ട് എഴുതുക. വാട്ട് ഈസ് എ ഫസ്റ്റ് പേഴ്സൺ? ഫസ്റ്റ് പേഴ്സൺ എന്ന് പറഞ്ഞാൽ എന്താകുന്നു? വാട്ട് ഈസ് എ സെക്കൻഡ് പേഴ്സൺ? വാട്ട് ഈസ് എ തേർഡ് പേഴ്സൺ? ഓക്കെ. വാട്ട് ഈസ് എ പ്രോനൗൺ? സർവനാമം എന്ന് പറഞ്ഞാൽ എന്താകുന്നു? വെൻ ഈസ് ദി പ്രോനൗൺ വി യൂസ്? പ്രോനൗൺ വി എപ്പോഴാണ് ഉപയോഗിക്കുക? വെൻ ഈസ് ദി പ്രോനൗൺ ദേ യൂസ്? ദേ എന്ന് പറയുന്ന പ്രോനൗൺ സർവനാമം എപ്പോഴാണ് ഉപയോഗിക്കുക? മനസ്സിലായല്ലോ? നമ്മൾ ഇന്ന് പഠിച്ചത് പേഴ്സൺസിനെ കുറിച്ചാണ്. ഇംഗ്ലീഷിൽ 3 പേഴ്സൺസ് ഉണ്ട്. ഫസ്റ്റ് പേഴ്സൺ, സെക്കൻഡ് പേഴ്സൺ, തേർഡ് പേഴ്സൺ. ഫസ്റ്റ് പേഴ്സണിൽ തന്നെ സിംഗുലറുണ്ട്, പ്ലൂറലുണ്ട്, ഇല്ലേ? ഐ സിംഗുലറിലും പ്ലൂറലിൽ വിയും. സെക്കൻഡ് പേഴ്സണിൽ വരുമ്പോൾ യു സിംഗുലറിലും യു തന്നെ പ്ലൂറലിലും ബഹുവചനത്തിലും. രണ്ടിനും യു ആണ്. തേർഡ് പേഴ്സണിലേക്ക് വരുമ്പോൾ ഹി, ഷീ, ഈറ്റ്. അതിൻ്റെ ബഹുവചനം ദേ ആണ്. ഇത്രയും കാര്യങ്ങളാണ് ഇന്ന് നമ്മൾ പഠിച്ചത്. We have studied about persons today and also pronouns. Okay. Thank you very much. You have to write down. Go to the notes, write down and give the assignments to me. Don't make any delay. എഴുതി തരാതിരിക്കരുത്. എല്ലാവരും എഴുതി തരണം. എങ്കിൽ മാത്രം അച്ഛന് കറക്റ്റ് ചെയ്ത് തരാൻ പറ്റുള്ളൂ. ഓക്കെ. താങ്ക് യു വെരി മച്ച്. താങ്ക് യു.